ശ്രീ പി പി സുമോദ്, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. പോയിന്റ് മാത്രമാണ് സർ. കാവശ്ശേരി പഞ്ചായത്തിലെ കല്ലേപ്പുള്ളി ഒന്നാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 9,61,00,000 രൂപയ്ക്ക് വകയിരുത്തി ഒരു മോഡേൺ റൈസ് മിൽ സ്ഥാപിക്കാനാവശ്യമായ തീരുമാനമെടുത്തിരുന്നു. ഇതുവഴി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ അത് തുറക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും കാലതാമസങ്ങൾ നേരിടുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ യോഗങ്ങളിരുന്നു. ആ യോഗങ്ങളുടെ ഭാഗമായി അതിൻ്റെ പുരോഗതിയുണ്ട്. ആ പുരോഗതിയുടെ കൂടി ഭാഗമായി പട്ടികജാതി വകുപ്പിൽ നിന്നും പൈസ വാങ്ങിയെടുത്ത് വ്യവസായ വകുപ്പിന് കീഴിലെ കെൽപ്പാം മോഡേൺ റൈസ് മിൽ തുറന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. സാർ, അദ്ദേഹം പറഞ്ഞ മോഡേൺ റൈസ് മിൽ സ്ഥാപിക്കാൻ അതുവഴി 59 പേർക്ക് നേരിട്ട് 41 പേർക്ക് പരോക്ഷമായും പട്ടികജാതി മേഖലയിൽ നിന്ന് തൊഴിലുറപ്പ് നൽകുന്നതിനുള്ള ഭരണാനുമതി നൽകിയിരുന്നു. ഇതിൽ 6,08,40,000 രൂപ മൂലധനമായും പ്രവർത്തന മൂലധനമായി 3,53,00,000 രൂപയും ചേർത്ത് ആകെ 9,69,40,000 രൂപയാണ് വകയിരുത്തിയിരുന്നത്. കമ്മീഷൻ ചെയ്തതിനു ശേഷം മാത്രമേ 3,53,00,000 രൂപ അനുവദിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കെൽപ്പാം കെല്ലുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. DPR പ്രകാരമുള്ള പദ്ധതി തുക 6,08,40,000 രൂപയിൽ 5,82,46,401 രൂപയാണ് കെൽപ്പാമിന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കെൽപ്പാം കെല്ലിന് അനുവദിച്ച തുക പൂർണ്ണമായും വിനിയോഗിക്കുകയും കൂടാതെ കെല്ല് അധികമായി 62.11 ലക്ഷം രൂപയും വിനിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. DPR പ്രകാരം ജലസ്രോതസ്സിനായുള്ള കുഴൽക്കിണർ, കുളത്തിനായുള്ള ചുറ്റുമതിൽ തുടങ്ങിയ പൂർത്തീകരിക്കാൻ ബാക്കി നിൽക്കുന്ന പ്രവൃത്തികൾക്കും സാങ്കേതിക സമിതി ശുപാർശ ചെയ്ത പ്രകാരം പുതിയ DPR പ്രകാരമുള്ള അഗ്നിശമന ഉപകരണങ്ങൾ, സ്റ്റോറേജ് ഷെഡ്, PCB ക്ലിയറൻസ് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവയ്ക്കുമായി 2,02,59,000 രൂപയടക്കം ആകെ 2,64,70,000 രൂപ കൂടി പൂർത്തീകരണത്തിനായി നൽകേണ്ടതുണ്ട്. ഈ തുകയും പ്രവർത്തന മൂലധനത്തിലുള്ള മാർജിൻ മണിയായി കെൽപ്പാമിലുള്ള 46.9 ലക്ഷം രൂപയും ചേർത്ത് 3,11,60,000 രൂപയുടെ പ്രപ്പോസൽ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും. മോഡേൺ റൈസ് മിൽ പ്രവർത്തനം സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി വ്യവസായ വകുപ്പ് മന്ത്രിയും പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയും തരൂർ നിയോജക മണ്ഡലം MLA യുമായിട്ട് സാന്നിധ്യത്തിൽ സംയുക്ത യോഗം ചേർന്ന് തുടർ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.